ഓക്കെ, ഇപ്പോൾ ഇത് നമ്മുടെ ഇല്ലിക്കൽ കല്ല് എന്ന് പറഞ്ഞ സ്ഥലമാണ്. കോട്ടയം ജില്ലയിലെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈരാട്ടുപേട്ട, കോട്ടയം ജില്ലയിലെ ഈരാട്ടുപേട്ട, തീക്കോയി ആ ഒരു റൂട്ടിലൂടെയാണ് ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരിക്കലും സ്ഥലമൊന്നും അങ്ങനെ പ്രത്യേകം കാണിക്കേണ്ട ആവശ്യം, ഗൂഗിൾ മാപ്പിലൂടെ എല്ലായിടത്തും ആക്സസിബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് നമ്മളുടെ ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി കോട്ടയം, നമ്മൾ റവന്യൂക്കാരനായതുകൊണ്ട് വില്ലേജും താലൂക്കും ഒക്കെ പറയാം. കോട്ടയം ജില്ലയിലെ തലനാട് വില്ലേജ് എന്ന് പറയും. തലനാട് വില്ലേജ് മീനച്ചൽ താലൂക്കിലാണ് നമ്മളുടെ ഈ വളരെ മനോഹരമായ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മീറ്ററൂടെ മുന്നോട്ട് പോകണം. അപ്പം ഇവിടുന്ന് 2 കിലോമീറ്റർ എന്ന് പറയുമ്പം ഈ സ്ഥലമൊന്നും എക്സാക്ട്ലി എനിക്കറിയില്ല ഏതാണ്. പക്ഷേ ഇവിടുന്ന് 2 കിലോമീറ്ററോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം കണ്ട് തന്നെ അങ്ങോട്ട് നോക്കി ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ താഴ്വര എന്നുള്ളതല്ല, നമ്മൾ നിൽക്കുന്നതിന് പാരലായിട്ട് നോക്കുമ്പോൾ മല, ഒരു ചെറിയൊരു മിസ്റ്റ്, കോടയൊന്നുമല്ല, എന്തോ ഒരു സംഭവം, ഒരു മൂടൽ നമുക്കവിടെ കാണുന്നുണ്ട്. വളരെ മനോഹരമാണ്. ഇത് അങ്ങോട്ട് നോക്കി മേളോട്ടാണ് പോകുന്നത്. ഈ ഏരിയയിൽ നിന്ന് മേളോട്ട് പോയി കണ്ട് ആ ഒരു പീക്ക് കണ്ട അവിടെയാണ്, അതാണ് നമ്മുടെ ട്രക്കിംഗ് പോയിന്റ്. അതിൻ്റെ ഒരു പോയിന്റ് എത്തും. ആ പോയിന്റിൽ നിന്ന് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കയ്യിലാണ്, നിയന്ത്രണത്തിലാണ്. അങ്ങോട്ട് ഒരു പ്രൈവറ്റ് വണ്ടികൾ അവർ വിടില്ല. അപ്പോൾ ആ ഒരു ലാസ്റ്റ് 1 കിലോമീറ്റർ DCTC നമുക്ക് ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ജീപ്പിൽ അവിടുന്ന് ഇടുക്കലിലേക്ക് 1/2 കിലോമീറ്റർ പോയായിട്ട് ജീപ്പ് ഇറക്കിയിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ നടന്നാണ് പോകേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ. കാര്യം അവിടെ സേഫ്റ്റി കുറച്ചുകൂടെ ഇതായതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ പോകുന്നത്. ഓക്കെ,
ഇന്ന് രാവിലെ തൊട്ടുള്ള കറക്കമാണ്. പക്ഷേ നമുക്കൊരു പൂർണ്ണമായിട്ടുള്ളൊരു തൃപ്തി നമുക്ക് കിട്ടിയിട്ടില്ല തന്നെ പറയേണ്ടി വരും. കാര്യം തദ്ദേശീയരായ നമ്മളൊന്നും അത്ര വലിയ ക്വാളിറ്റി കോൺഷ്യസ് അല്ല. എന്നിട്ട് കൂടി നമുക്ക് പോലും ഇതൊന്നും ബെയർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് വിദേശ രാജ്യത്തുള്ളവരും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ എങ്ങനെ വന്നു പോകുമെന്ന് എനിക്കറിയത്തില്ല. തീർത്തും ഞാനിപ്പോൾ നിസ്സാര ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ നല്ല ചൂടാണ്. നമുക്ക് വെള്ളം കുറഞ്ഞ പക്ഷം വെള്ളമെങ്കിലും, ഫുഡിൻ്റെ കാര്യം പറയണ്ട, നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യമൊന്നും ഇവിടെ ഇല്ല. പക്ഷേ നമുക്ക് വെള്ളം, ശുദ്ധമായൊരു വെള്ളം, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു മിനറൽ വാട്ടർ കുടിച്ചു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ബ്രാൻഡ് പോലും ഇല്ല. ഇപ്പം നമുക്ക് ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് വെള്ളമാണ് കുടിക്കുക. ഇവിടെ നമുക്ക് കിട്ടുന്ന വെള്ളത്തിൻ്റെ പേര് എന്തുവായിരുന്നു? വിബ്ജിയോ എന്ന് പറഞ്ഞൊരു വെള്ളം. ഞാനത് വാങ്ങിച്ച് 2 കവള് കുടിച്ചു. അപ്പോൾ അതിനകത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്ലാസ്റ്റിക്കിൻ്റെ ചുവയും, നമുക്ക് അതായത് വെള്ളം പോലും കുടിക്കാൻ നമുക്ക് ലഭ്യമല്ല. പറഞ്ഞാൽ മനസ്സിലായി. ഇവിടെ അതായത് ഇത് സത്യം പറഞ്ഞാൽ ഇത് നേരിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണിത് കൺട്രോൾ ചെയ്യുന്നത്. എന്നിട്ട് പോലും ഇവിടെ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള കടകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല ആംബിയൻസ് ഉള്ള ഈ സ്ഥലം എനിക്ക് തോന്നുന്നത് എന്ത് മനോഹരമാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു പശ്ചാത്തല സൗകര്യം എന്ന് പറയുന്നത് റോഡും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഈ ഫുഡ് അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വളരെ പരിതാപകരമാണ്. അതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ കുറച്ച് ഇതൊക്കെ സംവിധാനങ്ങളെന്ന് പറഞ്ഞാൽ അവരെയും ഇത് നടത്തുന്നവരൊന്നും ഞാൻ കുറ്റം പറയല്ല, അവരവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു ഫെസിലിറ്റീസ് ഒന്നും ഇല്ല നമുക്ക്. അപ്പം നമ്മുടെ കാര്യമല്ല പറഞ്ഞത്, കുറച്ച് ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഫുഡും വെള്ളമൊക്കെ ക്യാരി ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. പിന്നെ ഇവിടെ വളരെ കാര്യമായിട്ട് പറഞ്ഞേക്കുന്നത് ഇടിമിന്നലാണ്. ഇടിമിന്നൽ ഒരു വലിയ പ്രശ്നമാണ്. അത് നമ്മളിവിടെ വരുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. അപ്പോൾ അതിന് സാധ്യതയുള്ള സമയം, ഇപ്പോൾ വേനൽ സമയമൊക്കെ ആയതുകൊണ്ട് മഴ പെയ്താൽ തീർച്ചയായിട്ടും ഇടി വെട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ആശങ്കകളൊക്കെ നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഒരു ജീപ്പ് കിടപ്പുണ്ട്. നമുക്കിപ്പോൾ ഇവിടുന്ന് നമ്മളവിടുന്ന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഈ ജീപ്പിലാണ് നമ്മൾ മുകളിലോട്ട് പോകേണ്ടത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് നടക്കാം, അല്ല ജീപ്പ് ഓപ്റ്റ് ചെയ്യാം. ഞാൻ ജീപ്പ് ഓപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീപ്പ് ഇവിടെ കിടക്കുകയാണ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ടൂറിസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയും. സ്വന്തമായിട്ടുള്ള നമ്മൾ വണ്ടിയെ വന്നു കഴിഞ്ഞാൽ വണ്ടിയെ കയറ്റി വിടത്തുമില്ല. ഈ ജീപ്പ് ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ അവർ ഒരു നമ്പർ തികയണം. നമ്പർ തികഞ്ഞെങ്കിലേ പോകത്തുള്ളൂ. 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ നമ്മൾ ആ ജീപ്പ് ഇരിക്കേണ്ടതായിട്ട് വന്നേക്കാം. അത് മറ്റൊരു വിഷയമാണ്. പിന്നെ വാവ്, ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പർ, അടിപൊളിയാണ്. ആൾക്കാരൊക്കെ ടൂറിന് വരുന്നേ ഉള്ളൂ. കണ്ടില്ലേ, സമയം ഇപ്പം ഏതാണ്ട് ഒരു 4 മണിയോളമായി. 4 മണിയൊക്കെ ആകുമ്പോഴാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഭയങ്കരമായിട്ട് ഡള്ളായി കേട്ടോ, ഉള്ള വെയിലെല്ലാം കൂടെ കൊണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് നമുക്ക് പാസ് എടുക്കണം. പാസ് എടുത്തിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്.
ഇവിടെ വരെ ഉള്ളൂ നമുക്ക് വണ്ടി. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് നേരെ ഇല്ലിക്കൽ മലയുടെ മുകളിൽ ചെല്ലുക. അതാണ് നമ്മുടെ പരിപാടി. എവിടെ ടിക്കറ്റ് കൗണ്ടർ? എവിടെ? നമുക്ക് 2 പേർക്ക് വേണം. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഓക്കെ, ഒരാൾക്ക് എങ്ങനെയാണ് റേറ്റ്? ജീപ്പിലല്ലേ പോകാൻ പറ്റൂ? നടന്നു പോകാൻ എന്നാ ദൂരം കാണും? അല്ല, ജീപ്പ് വേണം. ഇത്ര നടക്കാനുള്ള സമയം. വണ്ടി കണ്ട് ഇവിടെ ബൈക്കാണ്. 131. 2 പേര്. ഇതാ ഇതായിട്ട് ഇല്ല, കുഴപ്പമില്ല. പ്രവേശനം പാസ് മൂലം. പാസ് ചോദിക്കാനാരും ഇല്ലെന്ന് തോന്നുന്നു. നമുക്കതായാലും നീങ്ങാം. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ശരിക്കും നമുക്ക് എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടുന്ന് എത്ര മൊത്തം 1.5 കിലോമീറ്റർ ഉണ്ട് അല്ലേ പാർക്കിങ്ങിന്? അവിടെ തിരിച്ച് ഈ ജീപ്പ് തന്നെയാണ് അതോ വേറെ ജീപ്പ് വരണം? ഇത് തന്നെ വരാം. നമ്മൾ മുകളിലോട്ട് ചെല്ലും തോറും നമുക്ക് ഒരു പ്രത്യേക ഫീലാണ്, നല്ലൊരു വൈബാണ്. ഇരുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ജീപ്പ് വരുന്നു. ജീപ്പ് സർവീസ് നമുക്ക് ആവശ്യത്തിനുണ്ട്. ഇത് നമ്മുടെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നേരിട്ടാണ് ചെയ്യുന്നത് അല്ലേ? നിങ്ങളൊക്കെ അവിടെ അഫിലിയേറ്റ് ചെയ്ത ഡ്രൈവേഴ്സാണ്? കോൺട്രാക്ട്. ഇത് കണ്ടോ, ഇത് ഏത് കോടയാണോ ഈ കാണുന്നത്? കോട വല്ലതാണോ? എന്താ ഒരു കളർ അല്ലേ? ഇവിടെ ഇടി വെട്ടുന്നത് വലിയ പ്രശ്നമാണോ? റിസ്ക് ആണോ? ആണോ? അപ്പം ഇപ്പം പെട്ടെന്ന് ഇടി വെട്ടി നമ്മൾ എന്ത് ചെയ്യും? ഇറങ്ങി എങ്ങോട്ട് ഇറക്കും? താഴെ ഇറക്കും അല്ലേ? അവിടെ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ആ പാർക്ക് ചെയ്ത ഏരിയ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? അവിടെ വലിയ പ്രശ്നമാണ്. മറ്റേ ഇലവീഴ പൂഞ്ചിറയൊക്കെ വലിയ പ്രശ്നമാണ് അല്ലേ? ഇവിടെ ചെക്ക് പോസ്റ്റ് വല്ലതും ഉണ്ടോ? അപ്പോൾ നമ്മൾ ഇല്ലിക്കൽ കല്ലിലെ ഈ യാത്രയുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുകയാണേ. കണ്ടേ, ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ. എന്നിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി സൂപ്പർബ്. പക്ഷേ എന്തോ ഒരു മിസ്റ്റ് ഉണ്ട്. അത് കോടമഞ്ഞൊന്നുമല്ല, വേറെന്തോ ഒരു പൊടിയുടെ ഒക്കെ ആയിരിക്കും അന്തരീക്ഷത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇല്ലിക്കൽ കല്ല് കാണാൻ പോകാം. ഇതാണ്, അങ്ങോട്ട് പോവാണ്. സോ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന സംഭവം. നമ്മൾ മോളിൽ കയറി സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സസൈസ് ആണ് ഇതിന് മൊത്തം കയറുക എന്ന് പറയുന്നത്.
ഇവിടുത്തെ ഹൈലൈറ്റ്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി അവിടെ നിന്ന് നമുക്ക് കിട്ടും എല്ലാ സംഭവം കണ്ടോ. ആ 2 കല്ലുകളാണ്. അതിൽ എനിക്ക് തോന്നുന്നു അതിൽ കാണുന്ന ഒന്നാണ് നമ്മുടെ കുടക്കല്ല്, മറ്റേത് കൂനൻകല്ല്. ആ 2 കല്ലുകളാണ്. ആ 2 കല്ലുകൾക്കിടയിൽ കൂടി ഒരു നാരോ പാസേജ് ഉണ്ട്. ഒരു അരയടിയൊക്കെ വീതിയുള്ള ഒരു നാരോ പാസേജ്. പക്ഷേ ആ നാരോ പാസേജിലൂടെ ഉള്ളൊരു സഞ്ചാരം ഇപ്പോൾ അനുവദനീയമല്ല. കാര്യം പണ്ട് ഒത്തിരി ആൾക്കാർ അതുവഴി സഞ്ചരിച്ച് അപകടമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ടത് നിർത്തിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ 2 കല്ലുകൾ, കുടക്കല്ലും കൂനൻകല്ലും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഇതാണോ ശരിക്കും സ്വർഗത്തിലേക്കുള്ള വഴി? ശരിക്കും കല്ലും മുള്ളുമാണ്. എൻ്റെ പൊന്നെ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ട്രക്ക്. ആക്ച്വലി ഇവിടെ ഒരു ട്രക്കിംഗ് സ്പേസ് ആണ്. ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 4000 അടി മുകളിലാണ് നമ്മളിപ്പം. 4000 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടുന്ന് പണ്ട് പറയും നമ്മുടെ അറബിക്കടലൊക്കെ ഒരു സ്ട്രീമായിട്ട് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അറിയില്ല, കാണാൻ പറ്റില്ല. This is a perfect place to shoot this view. See this? അപ്പോൾ നമ്മുടെ ഹിഞ്ച് അല്ലെ കൂനൻ മല ഇച്ചിയുടെ മുകളിലും മറ്റേ നമ്മുടെ കുടമല ഒരല്പം താഴ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അവിടെ നോക്കുമ്പോൾ 2 ഒരേ ലൈനാണ്. ഓക്കെ, പേടിക്കാനില്ല. അതാണ് ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ്. വളരെ സേഫായിട്ട് വേറെ ഒരു രീതിയിൽ ലൈഫ് ത്രെട്ടണിങ് അല്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതുവഴിയൊക്കെയാണ് നമ്മൾ കയറി വന്നത്. നമ്മൾ കയറി വന്ന വഴി. ഓക്കെ, നമുക്ക് തിരിച്ച് ഇതുവഴി ഇറങ്ങാം. നോക്കി കണ്ട് ഇറങ്ങണേ. ഒറ്റ കയ്യിലെടുക്കാവോ? എൻ്റെ പൊന്നെ, അയ്യോ സ്റ്റീപ്പ് കേട്ടോ, നല്ല സ്റ്റീപ്പാണ്. സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 70 ഡിഗ്രി ആംഗിളിലുള്ള സ്റ്റീപ്പാണ്. ഇതുവഴി കയറാം, അതുവഴി കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടുന്ന് നമുക്ക് ഇത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞില്ല. ഒരു അർദ്ധോക്തിയിൽ നിർത്തുന്ന പോലെയാണ് സംഭവിച്ചത്. നമ്മുടെ മൊബൈൽ
ബാറ്ററി ഡ്രെയിൻ ഔട്ടായി. നമുക്ക് തിരിച്ച് ഈ താഴോട്ട് ഇറങ്ങി വരുന്നത് ഷൂട്ട് ചെയ്യാൻ ഒത്തിരി സാധ്യതകളുണ്ടായിരുന്നു. അത് ചെയ്യാൻ കഴിയാത്തതിൽ വളരെയധികം വിഷമമുണ്ട്. നെക്സ്റ്റ് ടൈം നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതായിരിക്കും. ഓക്കെ.